മോനെ ഒരു രക്ഷയില്ലാത്ത മൈലേജാണ്. 100% ബാലൻസ് ഉണ്ട്, അതായത് 30% ബാറ്ററി എടുക്കും. അപ്പോൾ 54.5 ബീറ്റ വെർഷൻ്റെ മൈലേജ് ടെസ്റ്റ് ചെയ്യണം. 100% ബാറ്ററി ഉണ്ട്. നമ്മൾ ഏകദേശം 200 മീറ്റർ ഓടിയിട്ടുണ്ട്. 10:03 സമയം. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓരോ 10% എത്ര കിലോമീറ്റർ ഓടുന്നുണ്ട്. നോർമലിലാണ്, ഉള്ളി 50 സ്പീഡിൻ്റെ ഉള്ളിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. നോർമൽ മോഡ് മാത്രമാണ് ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. ഓക്കെ, ശരിക്കും ഈ റേഞ്ചിൽ 100% ബാറ്ററിയിൽ നമുക്ക് എക്കോയിൽ 179 കിലോമീറ്ററും നോർമലിൽ 142 കിലോമീറ്ററും സ്പോർട്സിന് 125 കിലോമീറ്ററും ഹൈപ്പറിൽ 99 കിലോമീറ്ററുമാണ്. അപ്പോൾ ഈ റേഞ്ചിലാണ് നമുക്ക് കിട്ടുന്നത്. ഏകദേശം നമ്മളൊരു കുറച്ച് കിലോമീറ്റർ നമ്മളിവിടെ ഓടിയിട്ടുണ്ട്. ഒരു 18 നോക്കണ്ട, അത് രാത്രി ഓടിയതാണ്. നമ്മളിവിടെ ട്രിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 700 മീറ്ററാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വെയിലുകൊണ്ടാണ് കാണാത്തത്. ഫസ്റ്റ് 1% കഴിഞ്ഞിട്ടുണ്ട്, 1 കിലോമീറ്റർ. ബേസ് 95%. അപ്പോൾ 7.4 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അതായത് 5% ബാറ്ററിക്ക് 7.4 കിലോമീറ്റർ ഓടിയിട്ടാണ്. ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹൈവേക്കാണ്, ഹൈവേ വർക്കൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഹൈവേ കയറുമ്പോൾ ഈ വെയിൽ കാരണം ഡിസ്പ്ലേ കാണാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഫുൾ ബ്രൈറ്റ്നെസ്സിലാണ്. ഏകദേശം 92% ബാറ്ററിയായി. ഏകദേശം 8% ബാറ്ററി എടുത്തു. 13.4 കിലോമീറ്റർ ഓടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പ് ഇങ്ങോട്ട് പറയാൻ പറ്റുമോ ഒരു കാര്യം ചോദിച്ചു. വണ്ടിയാണ് അത് ജെന്ന് 2 ആണ്. ജെന്ന് 2 ആണ് ഓല. ഇതിൽ ഒരാളാണ് ഞാൻ മാത്രമാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. അതിൽ ഒരു ഏകദേശം ഒരു 55-60 അടിയിൽ വെയിറ്റ് ഉദ്ദേശിച്ചാണ്. ഏകദേശം ഒരു 56-57 കിലോനാണ് ഞാൻ വരുന്നത്. അപ്പോൾ അത്രയും മാത്രമാണ് ഇതിലെടുക്കുന്നത്. ഓക്കെ, ഇത് 10% ബാറ്ററി എടുക്കുമ്പോൾ 16.8 കിലോമീറ്റർ. 10% ബാറ്ററി, അതായത് 90%. 100ന് 10% കുറച്ച് 90% ബാറ്ററിയാണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ 16.8 കിലോമീറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റൊരു കാര്യം നിങ്ങൾ പറയാൻ വിട്ടുപോയത്, നമ്മൾ റീജൻ ഇത് യൂസ് ചെയ്യണില്ല. നമ്മൾ ഒരിക്കലും ഇനി ഫ്രണ്ടോട്ട് ബാറ്ററിയായിട്ട് യൂസ് ചെയ്യില്ല. റീജൻ ഇനി 90% ശേഷമേ കിട്ടുള്ളൂ. അപ്പോൾ അത് യൂസ് ചെയ്യാതെ ബ്രേക്കാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ റീജൻ ഇതിൽ ഓൾറെഡി ഇപ്പോൾ റീജൻ ഓഫാണ്, റീജൻ ഇല്ല. അപ്പോൾ റീജനൊന്നും ഉപയോഗിക്കാതെ നോർമലായിട്ടാണ് പോകുന്നത്. ഓക്കെ, ഇപ്പം നമ്മളെ ബാറ്ററി പെർസെൻറ്റേജ് 85% ആയിട്ടുണ്ട്. നമ്മൾ ഓടിയത് 26.1 കിലോമീറ്റർ. ഓക്കെ, അതിന് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ 20% ബാറ്ററി എടുത്തു, 80% ബാറ്ററി ബാലൻസും ഉണ്ട്. അപ്പോൾ ഓടിയ കിലോമീറ്റർ 35.9 കിലോമീറ്റർ. നല്ല റേഞ്ചിലുണ്ട്, നല്ല റേഞ്ചാണ്, നല്ല റേഞ്ച്. 20% എടുത്തപ്പോഴാണ് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിന്യൂ.
25% എടുക്കും. 25% എടുക്കുമ്പോൾ 45.7, ഏകദേശം 25, ഒരു 20 കിലോമീറ്റർ ഏറെ പെർസെൻറ്റേജ് ബാറ്ററി ശതമാനം നോക്കുകയാണെങ്കിൽ 20 കിലോമീറ്റർ ഏറെ, 25%-ന് 20 കിലോമീറ്റർ നമുക്ക് ഏറെ കിട്ടുന്നത് ഏകദേശം 45 ടോട്ടൽ. 25%-ന് 45 കിലോമീറ്ററാണ്. ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല, ഇനിയും പോവാണ്. 50 ഒരു രക്ഷയില്ല. 50 കംപ്ലീറ്റ് ചെയ്തു. 50 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തു. നമുക്കിതാ 73% ബാറ്ററി ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ഏകദേശം 37% ബാറ്ററിക്കാണ് നമ്മൾ ഫിറ്റ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ വീണ്ടും നമുക്ക് അങ്ങനെ 70% ബാലൻസ് ഉണ്ട്. അതായത് 30% ബാറ്ററി എടുക്കും. അപ്പോൾ 54.5. ഓക്കെ, 60% ബാറ്ററി ബാക്കിയുണ്ട്. 72.2 കിലോമീറ്റർ. ഒരു രക്ഷയില്ലാത്ത മൈലേജ് ആട്ടോ. നമ്മൾ ഒരു രക്ഷയില്ലാത്ത മൈലേജ് ആട്ടോ. 88.9 ബാറ്ററി. 51%, ഒരു ശതമാനം കൂടി ബാറ്ററി കൂടി തീർത്താൽ നമുക്ക് ഫൈനൽ മൈലേജ് എത്രയാണ്? 50% വോയിസ് ഫോർ ബീറ്റ ഫസ്റ്റ്. 50% ബാറ്ററി 90.2 കിലോമീറ്ററാണ് കിട്ടിയത്. ഒരു രക്ഷയില്ലാത്ത മൈലേജ്. ഇപ്പോൾ 12:58. നമ്മൾ 10 എത്ര സംതിങ്ങിനാണ് നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഏകദേശം ജെന്യൂൻ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ഡ്രൈവ് തന്നെയാണ്, അതായത് റേഞ്ച് ടെസ്റ്റ് തന്നെയാണ് ഞാൻ നടത്തിയത്. പക്ഷേ നമ്മൾ ഒരു 50 ആൻഡ് പറഞ്ഞതിൽ ഒരു 52-53 വരെ ടോപ്പ് സ്പീഡ് പോയിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒരു മാറ്റമില്ല. കറക്റ്റായിട്ട് നമ്മൾ മൈലേജ് 90.2 കിലോമീറ്റർ, 50% ബാറ്ററി. ഓല ജെന്ന് 2 ആണത്. ജെന്ന് 1ഉം ജെന്ന് 2 മനസ്സിലാക്കൽ വേണം. ബെൽറ്റ് നോക്കിയാൽ അറിയാം. ജെന്ന് 1 ആണെങ്കിൽ കവറിങ് ഉണ്ടാവും. ജെന്ന് 2 ആണെങ്കിൽ ബെൽറ്റ് കാണാൻ പറ്റും. ജെന്ന് 3 ആണെങ്കിൽ ചെയിൻ ഡ്രൈവ് ആണ്. ഓക്കെ.